എന്തായാലും ലേണിംഗ് ശ്വേതാമസ് ആണ്. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം ഇതാ ഇങ്ങ് എത്തിയില്ലേ. നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ആനുവൽ എക്സാമിലാണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സമയമാണിത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ അല്ലേ, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. നമ്മളുടെ ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യം ആനുവൽ എക്സാമിന് കൂടുതലും ചോദിച്ചു കാണാറുണ്ട്. സോ ഇതാ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കിയാലോ. നമ്മുടെ സുജിനും സച്ചിനും കൂടെ എന്ത് ചെയ്തു എന്നറിയോ, ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത സമയമാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ സുജിൻ ഏതാണ്, മാവേലി എക്സ്പ്രസ്സിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ സച്ചിനോ തിരുവനന്തപുരം എക്സ്പ്രസ്സിലാണ് നമ്മുടെ സച്ചിൻ വന്നിട്ടുള്ളത്. ഇനി പുറപ്പെട്ട സമയവും എത്തിച്ചേർന്ന സമയവും നമുക്ക് തന്നിട്ടുണ്ട്. പുറപ്പെട്ട സമയം ഇത് ആരാ പുറപ്പെട്ട സമയമാണ്, സുജിൻ പുറപ്പെട്ട സമയമാണ് 11:20. അതായത് 23:20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണത്, അത് 11:20 11:20 PM ആണ് എന്ന് നമുക്കറിയാം അല്ലേ. എത്തിച്ചേർന്ന സമയം എന്ന് പറയുമ്പോൾ അതെ 6 AM ആണ് എത്തിച്ചേർന്ന സമയം. അതുപോലെ നമ്മുടെ സച്ചിനും ഉണ്ട്. സച്ചിൻ പുറപ്പെട്ട സമയം എന്ന് പറയുന്നത് 20:40 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി, 8:40 8:40 PM ആണ്. എപ്പോഴാണ് എത്തിയത്, 3:44 AM നമ്മളുടെ സച്ചിൻ എത്തിയിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കണം, നമ്മുടെ സുജിൻ യാത്രയ്ക്ക് എടുത്ത സമയം എത്ര എന്നാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. സുജിൻ എത്രയാണ് എടുത്തതെന്നാണ്. സോ 11:20 11:20 മുതൽ 6 AM വരെ അല്ലേ. 11:20 PM മുതൽ 11:20 PM മുതൽ 6 AM വരെ എത്ര നേരം എടുത്തു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മക്കളെ എന്ത് ചെയ്താൽ മതി, 11:20 PM മുതൽ 5:20 AM വരെ എത്ര സമയമാണ് എടുത്തത് എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. 11:20 കഴിഞ്ഞാൽ എന്തായി, 12:20 1:20 2:20 3:20 4:20 5:20 6 hours എടുത്തേ, 6 മണിക്കൂർ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 6 മണിക്കാണ് എത്തിയത്. സോ 5:20 5:20 AM മുതൽ 6 AM വരെ അല്ലേ. 5:20 AM മുതൽ 6 AM വരെ എത്ര മിനിറ്റുകളാണുള്ളത് എന്ന് നോക്കണല്ലോ. എത്ര മിനിറ്റുകളാണ്, അതേടാ 40 മിനിറ്റുകളാണ് അല്ലേ. 40 മിനിറ്റ്സുകളാണുള്ളത്. അപ്പോൾ ടോട്ടൽ എടുത്ത സമയം എന്ന് പറയുന്നത് 6 മണിക്കൂറും 40 മിനിറ്റുമാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഏതാണ്, ഇതാ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 6 hours 40 മിനിറ്റ്സുമാണ് ടോട്ടൽ എടുത്തത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി സച്ചിൻ യാത്രയ്ക്ക് എടുത്ത സമയം എത്ര എന്നാണ് നമ്മളുടെ അടുത്ത ചോദ്യം. സച്ചിൻ എടുത്ത സമയമാണ് 8:40 മുതൽ 3:44 വരെ അല്ലേ. 8:40 മുതൽ 8:40 PM മുതൽ 3:44 AM നമ്മളുടെ സച്ചിൻ എത്തുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 8:40 PM മുതൽ 3:40 AM വരെ എത്ര മണിക്കൂറുണ്ട് എന്ന് നമുക്ക് ആദ്യം എണ്ണി നോക്കാം. 8:40 കഴിഞ്ഞാൽ 9:40 10:40 11:40 12:40 1:40 2:40 3:40 എത്ര മണിക്കൂറായടാ, 7 മണിക്കൂറായേ. 7 hours ആയി. ഇനിയോ 3:40 AM 3:40 AM മുതൽ 3:44 AM വരെ എത്ര മിനിറ്റുകളാണ്, അതേ 4 minutes ആണ്, 4 മിനിറ്റുകളാണ്. അപ്പൊ ആകെ എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്, 7 hours 4 minutes ആകെ എടുത്ത സമയം അല്ലേ. അപ്പൊ നമ്മുടെ സച്ചിൻ എടുത്തത് 7 hours 4 minutes ആകെ എടുത്ത സമയം. ആരാണ് കൂടുതൽ സമയം എടുത്തത് എന്നാണ് നമ്മളുടെ ചോദ്യം. ഉറപ്പായും കൂടുതൽ സമയം എടുത്തത് ആരാണ്, സച്ചിനാണ് കൂടുതൽ സമയം എടുത്തത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എല്ലാവരും എന്ത് ചെയ്യണം, നല്ല പോലെ ഈ ഒരു ചോദ്യം എല്ലാവരും പഠിച്ചിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ അടിപൊളി വീഡിയോ ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.